അമൃത, ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ സാഹചര്യത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ഈ ആക്രമണം ഇറാനിൽ ഇസ്രായേൽ US സംയുക്ത ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായി അല്ലെങ്കിൽ അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടണമെന്നും ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സാഹചര്യങ്ങൾ അതീവ സൂക്ഷ്മമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ഈ ഒരു സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ഇന്ത്യക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുകയാണ്. അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്രത്തോളം പെട്ടെന്ന് ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. ഈ ടെഹ്റാനിൽ US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ ഒരു ആക്രമണം ടെഹ്റാനിലേക്ക് ഉണ്ടാകുന്നത്. ടെഹ്റാനിൽ വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും സംയുക്ത നീക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. 7 ഇടങ്ങളിൽ ഒരേ സമയമാണ് ബോംബുകൾ വന്ന് പതിച്ചത്. നിരവധി പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റതായി പ്രാഥമിക വിവരമുണ്ട് എങ്കിൽ പോലും ഇക്കാര്യങ്ങൾ ഇതുവരെയും ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കനത്ത തിരിച്ചടി നൽകും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകും എന്ന പ്രതികരണമാണ് ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നാൽ ഇപ്പോൾ യുദ്ധത്തിന്റെ വഴി നിങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അവസാനം ഇനി നിങ്ങളുടെ കൈകളിലല്ല, അത് ഞങ്ങളായിരിക്കും തീരുമാനിക്കുക എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്നും വിലയിരുത്തേണ്ടത്. ഒപ്പം തന്നെ ഇറാനിലെ വാർത്താ ഏജൻസികളും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ കാര്യം. ഒരു നേരിട്ടുള്ള ആക്രമണത്തിന് അപ്പുറത്തേക്ക് ഒരു സൈബർ യുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇറാനിലെ വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയുടെ വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇറാന്റെ പ്രതികരണങ്ങൾ ഇനി പുറം ലോകം അറിയരുത് എന്ന തീരുമാനമുണ്ടായിരിക്കുന്നു. അതിനായുള്ള പദ്ധതിയും ഇതോടൊപ്പം നടപ്പാക്കിയിരിക്കുകയാണ്. അമൃത, ശരി, ഏതായാലും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അത് നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.